വെള്ളാപ്പള്ളി നടേശൻ അതിരൂക്ഷമായ പരാമർശമാണ് തുടർച്ചയായി സതീശനെതിരെ നടത്തുന്നത്. എന്തുകൊണ്ട് കോൺഗ്രസ് ഇത് പ്രതിരോധിക്കുന്നില്ല എന്ന ചോദ്യമാണ്. കാരണം ഒരാളും രംഗത്ത് വരുന്നില്ല. CPM-ലോ BJP-യിലോ ആണെങ്കിൽ തൻ്റെ നേതാവിനെ സംരക്ഷിക്കാൻ ഒരു കൂട്ടം ആളുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇതൊന്നും സംഭവിക്കുന്നില്ല. ഇതിൻ്റെ പ്രശ്നം സതീശനെ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് നടത്തുന്ന നീക്കം എന്നതുകൊണ്ടാണോ, അതല്ല വെള്ളാപ്പള്ളിയെ പിണക്കേണ്ടതില്ല എന്ന് കോൺഗ്രസിലെ മറ്റു ചിലർ കരുതുന്നതുകൊണ്ടാണോ? അല്ല, രണ്ട് കാരണങ്ങളും ഉണ്ട്. ഒന്നാമത് കോൺഗ്രസ് എന്ന് പറഞ്ഞ പാർട്ടിയുടെ സംവിധാനം നമുക്കറിയാം. അതൊരു പാർട്ടി എന്ന് പറയാൻ പറ്റില്ല. പല സമ്മർദ്ദ ശക്തികളുടെ, പല താല്പര്യക്കാരുടെ ഒരു കൂട്ടായ്മയാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ലേബലിൽ നിൽക്കുന്നു, അല്ലെങ്കിൽ ഒരു ചിഹ്നത്തിൽ മത്സരിക്കുന്നു എന്നേ ഉള്ളൂ. കോൺഗ്രസിനെ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നത് ഹിന്ദു മതം എന്ന് പറയുന്ന പോലെയാണ്. ഹിന്ദു മതം എന്ന് പറഞ്ഞൊരു മതം ആസിറ്റിസില്ല. പല ജാതികളുടെ, പല വിഭാഗങ്ങളുടെ ഒക്കെ ഒരു കൂട്ടായ്മയാണ് എന്ന് പറഞ്ഞ പോലെ കോൺഗ്രസ് പാർട്ടി ഏതാണ്ട് സനാതന ഹിന്ദു മതത്തെ പല രീതിയിൽ ഓർമ്മിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ഞാനിപ്പോ ആ താത്വിക വിശകലനത്തിലേക്ക് പോകുന്നില്ല. അതൊരു പ്രധാനപ്പെട്ട പരാതിയാണ്. രണ്ടാമത്, വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയല്ലല്ലോ. അഡ്വക്കേറ്റ് ജയശങ്കറാണ് VD സതീശനെ വിമർശിക്കുന്നെങ്കിൽ കോൺഗ്രസ്സുകാർ മറുപടി പറയും. വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്നത് കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട സമുദായ സംഘടനയുടെ പ്രധാനപ്പെട്ട നടത്തിപ്പുകാരനാണ്. ജനറൽ സെക്രട്ടറി, അതിന്റെ സമുദായ നേതാവാണ്. അപ്പൊ സമുദായത്തിന്റെ വോട്ട് പ്രധാനമാണ്. സംസ്ഥാനത്ത് 25% വരുന്ന ഒരു വലിയ ജനവിഭാഗത്തെയാണ് ഇദ്ദേഹത്തിന്റെ സംഘടന പ്രതികരിക്കുന്നത്. സമുദായത്തിലെ എല്ലാ അംഗങ്ങളെയും വെള്ളാപ്പള്ളി നടേശൻ പ്രതികരിക്കണമെന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷെ അദ്ദേഹത്തിനെതിരായിട്ട് നടത്തുന്ന പരാമർശങ്ങൾ അത് SNDP യോഗത്തിനെതിരായിട്ടും സമുദായത്തിനെതിരായിട്ടും നടത്തുന്ന പരാമർശങ്ങളായിട്ട് വളരെ പെട്ടെന്ന് വ്യാഖ്യാനിക്കുകയോ ദുർവ്യാഖ്യാനിക്കുകയോ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് സതീശൻ തന്നെയും വളരെ മിതത്വം പാലിക്കുന്നത്, സംയമനം പാലിക്കുന്നത്. മാർക്സിസ്റ്റ് പാർട്ടിയിൽ ഒരു നേതാവാണ് ഇങ്ങനെ വിമർശിച്ചെങ്കിൽ സതീശന്റെ പ്രതികരണം എതിരായിരിക്കും. സതീശൻ പറയുന്നത് വളരെ ഡിഫൻസിലല്ല നിൽക്കുന്നത്. ഒരിക്കലും അങ്ങനെ കടുത്ത വാക്കുകൾ ഉപയോഗിക്കുന്നേ ഇല്ല. കാരണം വെള്ളാപ്പള്ളി നടേശന്റെ തെരഞ്ഞെടുപ്പ് നിൽക്കണ്ട, സതീശന് നിൽക്കണമെന്ന് മാത്രമല്ല, സതീശന്റെ കൂടെ വേറെയും കുറെ ആളുകളെ നിർത്തുകയും അവരെ പരമാവധി ആളുകളെ ജയിപ്പിക്കുകയും ചെയ്യണം. അത് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ടാണ് ഈ സതീശൻ സംയമനം പാലിക്കുന്നത്. കോൺഗ്രസിലെ ചില നേതാക്കന്മാരെങ്കിലും ഒക്കെ വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് ആസ്വദിക്കുകയും അദ്ദേഹം ഇനിയും പറയട്ടെ എന്ന് ആഗ്രഹിക്കുകയും ഉണ്ടാവുന്നല്ല ഉണ്ട്. അത് നമ്മൾ ഈ ഘട്ടത്തിൽ അങ്ങനെ കണക്കാക്കേണ്ടതില്ല. പിന്നെ വെള്ളാപ്പള്ളി നടേശൻ കാലാകാലങ്ങളിൽ പല നേതാക്കന്മാരെയും വിമർശിച്ചിട്ടുണ്ട്. ഉമ്മൻചാണ്ടി വിമർശിച്ചിട്ടുണ്ട്, ചെന്നിത്തല വിമർശിച്ചിട്ടുണ്ട്. അതൊന്നും നമുക്ക് മറക്കാൻ സമയമായിട്ടില്ല. വെള്ളാപ്പള്ളി നടേശൻ പണ്ട് ഉമ്മൻചാണ്ടിയെ കുറിച്ച് പറഞ്ഞില്ലേ, ഈഴവ സമുദായത്തെ പഞ്ചാര കാണിച്ച് വഞ്ചിച്ചവനാണ് ഉമ്മൻചാണ്ടി, ഇവിടെ മെത്രാൻ മുത്തൂറ്റ് മനോരമ ഭരണമാണ് നടക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഈ ഉമ്മൻചാണ്ടിയുടെ ഒരു പാവയാണ് ചെന്നിത്തല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെ പറയാം. വെള്ളാപ്പള്ളി കാലാകാലങ്ങളിൽ ഇങ്ങനെ രൂക്ഷമായ പല പരാമർശങ്ങളും നടത്തും. അദ്ദേഹം ഈ പറയുന്നത് തന്നെയും അങ്ങനെ എന്തെങ്കിലും വ്യക്തിപരമായ വിരോധം വെച്ചിട്ടല്ല. സമുദായ സംഘടനയുടെ നേതാവ് എന്നുള്ള നിലയ്ക്ക് പുള്ളിക്ക് അതാത് സമയത്ത് തോന്നുന്ന അഭിപ്രായങ്ങൾ പറയുന്നു മാത്രമേ. ഇപ്പൊ മുസ്ലിം ലീഗിനെ വിമർശിക്കുന്നില്ലേ പുള്ളി? അങ്ങനെ മുസ്ലിം സമുദായത്തോടോ ലീഗിനോടോ ഒന്നും അങ്ങനെ വിരോധമോ വൈരാഗ്യമോ എന്നുള്ള ആളല്ല. അത് കഴിഞ്ഞ് അടുത്ത ഘട്ടത്തിൽ പുള്ളി അവരുമായിട്ട് സഹകരിക്കും. NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരെ പുള്ളി വിമർശിച്ചിട്ടില്ലേ? എന്ന് വെച്ചാൽ സുകുമാരൻ നായരായിട്ട് ഇനിയൊരു ഘട്ടം വരുമ്പോൾ സഹകരിക്കില്ല എന്നുണ്ടോ? അങ്ങനെയില്ല. സമുദായ സംഘടന നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സമുദായത്തിന് അല്ലെങ്കിൽ സമുദായ സംഘടനയ്ക്ക് ഏറ്റവും ഗുണകരമായ നിലപാട് ഏതാണ് എടുക്കേണ്ടത് എന്നതിനെ ആശ്രയിച്ചിട്ടാണ് അവർ ഈ അഭിപ്രായങ്ങൾ പറയുന്നത്. കേൾക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് വളരെ അസുഖകരമായിട്ട് തോന്നാം. ഞാൻ ഇതിൽ വേറൊരു വശം പറയാം. വെള്ളാപ്പള്ളിയെ ന്യായീകരിച്ച് പറയോ അദ്ദേഹം നടത്തിയ പരുഷമായ പരാമർശങ്ങളെ അംഗീകരിച്ചുകൊണ്ട് പറയല്ല. നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈഴവ സമുദായത്തിൽ നിന്ന് കോൺഗ്രസ് എന്തുമാത്രം അകന്നുപോയി എന്നുള്ളൊരു ചോദ്യമില്ലേ? കോൺഗ്രസിൽ ഈഴവരായ ആളുകൾക്ക് എത്ര നിയമസഭയിൽ സീറ്റ് കൊടുത്തു? അതിൽ ജയിക്കാവുന്ന സീറ്റ് എത്ര പേർക്ക് കൊടുത്തു? എത്ര പേര് ജയിച്ചു? കോൺഗ്രസിന് ഇപ്പൊ എത്ര ഈഴവ MLA-മാരുണ്ട് എന്നാലോചിച്ചാൽ അത് 0 അടുത്ത് നിൽക്കുന്ന ഒരു സംഖ്യയാണ്. അത് 1 K. ബാബു മാത്രമേ ഉള്ളൂ. അതെന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ചോദ്യമുണ്ട്. അത് വെള്ളാപ്പള്ളിയുടെ കുറ്റമല്ല, സതീശന്റെ കുറ്റമല്ല, അങ്ങനെ സംഭവിച്ചു. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നോക്കിക്കോളും. ഈഴവ സമുദായക്കാരായ എത്ര പേർക്ക് പഞ്ചായത്തിലേക്ക്, മുനിസിപ്പാലിറ്റിയിലേക്ക്, കോർപ്പറേഷനിലേക്ക് മത്സരിക്കാൻ കോൺഗ്രസ് സീറ്റ് കൊടുക്കും എന്നത്. UDF-ൽ കോൺഗ്രസ് അല്ലാതെ വേറെ ഏതെങ്കിലും പാർട്ടി സീറ്റ് കൊടുക്കും? ഇടതുമുന്നണിയിലാണെങ്കിൽ CPM കൊടുക്കും. അതിൽ നല്ലൊരു ഭാഗം ഈഴവരായിരിക്കുകയും ചെയ്യും. പക്ഷേ കോൺഗ്രസിൽ നിന്ന് മത്സരിക്കുന്നവരിൽ എത്ര പേരുണ്ടാവും? ഈഴവർക്ക് പ്രാതിനിധ്യം കൊടുക്കാനായിട്ട് മുസ്ലിം ലീഗിന് പറ്റൂല. കേരള കോൺഗ്രസ് കൊടുക്കൂല. വേറെ ഏതെങ്കിലും പാർട്ടി കൊടുക്കുമോ? പണ്ട് JSS ഉണ്ടായിരുന്നു, ഇപ്പൊ അതുമില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈഴവരുടെ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് കോൺഗ്രസിൽ കൂടി മാത്രമേ കിട്ടുള്ളൂ. അവിടെ ഇവർ തഴയപ്പെട്ടാൽ എന്തായിരിക്കും അവസ്ഥ എന്നൊരു ചോദ്യമില്ലേ? അപ്പൊ നമ്മൾ വിചാരിക്കുന്ന പോലെ ലളിതമായിട്ടുള്ള നിസ്സാരമായിട്ടുള്ള വിഷയമല്ല അദ്ദേഹം ഉന്നയിക്കുന്നത്.
പിന്നെ പുള്ളിയുടെ ഒരു അവതരണ ശൈലി വെച്ച് നോക്കുമ്പോൾ പുള്ളി ഏതെങ്കിലും ഒരാളെ വളരെ രൂക്ഷമായി വിമർശിക്കും, കഠിനമായ പദപ്രയോഗങ്ങൾ നടത്തുകയൊക്കെ ചെയ്യും. അത് മൂപ്പിലാന്റെ ഒരു രീതിയാണെന്ന് വിചാരിച്ചാൽ മതി. നമ്മൾ അതിന് ഇത്ര വലിയൊരു പ്രാധാന്യം കൊടുക്കേണ്ടതില്ല. ഈ സാധാരണ നമുക്കറിയാം വെള്ളാപ്പള്ളി അടുത്തിടെ സ്വീകരിക്കുന്ന നിലപാടുകളിലെല്ലാം പിണറായി വിജയനെ സംരക്ഷിക്കുന്ന നിലപാടുകൾ എടുക്കുന്നുണ്ട്. ഇടതു സർക്കാരിനെ ഏറെക്കുറെ വിമർശനങ്ങൾക്കിടയിലും എന്നാൽ ഒന്ന് പുകഴ്ത്തി പോകുന്ന നിലപാടെടുക്കുന്നുണ്ട്. ഒരു കോൺഗ്രസ് വിരുദ്ധ UDF വിരുദ്ധ നിലപാടാണ് വെള്ളാപ്പള്ളി സ്വീകരിക്കുന്നത് എന്ന കൃത്യമായ സൂചന അദ്ദേഹത്തിൻ്റെ വാക്കുകളിലുണ്ട്. ഇതിന് പുറമെയാണ് സതീശനെതിരായ ഈ വാക്കുകൾ. സ്വാഭാവികമായി കോൺഗ്രസ് അങ്ങനെയെങ്കിൽ വെള്ളാപ്പള്ളിയെ കടന്നാക്രമിക്കുക എന്നൊരു ശൈലിയിലേക്ക് നേതൃത്വം ഒരു നിലപാട് സ്വീകരിക്കേണ്ടതല്ലേ? അതിന് ശേഷിയില്ലായ്മ കൊണ്ടാണോ, അത് ബുദ്ധിയല്ല എന്ന തിരിച്ചറിവിലാണോ അതിന് തയ്യാറാവാത്തത്? അത് ബുദ്ധിയല്ല എന്ന അറിവുള്ളത് കൊണ്ടാണ്. അത് തിരിച്ചറിവല്ല, അതൊരു അറിവാണ്. അതിൽ പല കാര്യങ്ങളുണ്ട്. ഒന്നാമത് തന്നെ ഈഴവ സമുദായ അംഗങ്ങൾ പൊതുവെ ഇടതുപക്ഷ ചിന്താധികാരാണ്. അതേ സമയത്ത് തന്നെ ഇതിൽ തീരെ ചെറുതല്ലാത്ത ഒരു വിഭാഗം, അതായത് വെള്ളാപ്പള്ളിയുടെ ഭാഷ പറഞ്ഞ് ഈഴവ ബ്രാഹ്മണർ അല്ലെങ്കിൽ ജീവിക്കാൻ നിവൃത്തിയുള്ള ഈഴവർ എന്ന് വിചാരിച്ചാൽ മതി. അവർ കോൺഗ്രസ് ചിന്താധികാരാണ്, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരാണ്, ഇടതുപക്ഷ വിരുദ്ധരാണ്. അവരങ്ങനെ കാലത്തോട്ട് വൈകുന്നേരം വരെ ഞങ്ങൾ വിരുദ്ധരാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നവരല്ല. പക്ഷെ വോട്ട് ചെയ്യാൻ കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും മാർക്സിസ്റ്റ് പാർട്ടിക്കും എതിരായിട്ട് വോട്ട് ചെയ്യും. അങ്ങനെ ഒരു ഗ്രൂപ്പ് അതിൻ്റെ അകത്തുണ്ട്. ആ വിഭാഗത്തെയാണ് കോൺഗ്രസിലെ ഇടവർ പ്രതികരിച്ചിരുന്നത്. ഇപ്പൊ CV പത്മരാജനാണെങ്കിലും കെ ബാബു ആണെങ്കിലും കടവൂർ ശിവദാസനാണെങ്കിലും ഒക്കെ ആ വിഭാഗത്തിൽ നിന്ന് വരുന്നവരായിരുന്നു. MK രാഘവൻ അല്ലെങ്കിൽ പഴയ KK വിശ്വനാഥൻ, അങ്ങനെയുള്ള നേതാക്കന്മാരൊക്കെ. പിന്നെ ഇപ്പൊ വേണമെങ്കിൽ VM സുധീരൻ, മുല്ലപ്പള്ളി രാമേന്ദ്രനൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ ഇപ്പൊ സംഭവിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ പറഞ്ഞ വിഭാഗത്തിൽപ്പെട്ട ഇടവ സമുദായ അംഗങ്ങൾ, ജീവിക്കാൻ നിവൃത്തിയുള്ള ആളുകൾ, അവർ ഇപ്പോൾ BJP-യിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോ അടിസ്ഥാന വർഗത്തിൽപ്പെട്ട ഇടവ സമുദായ അംഗങ്ങൾ നേരത്തെ കമ്മ്യൂണിസ്റ്റുകാരാണ്, ഇപ്പോഴും കമ്മ്യൂണിസ്റ്റുകാരാണ്, ഇടതുപക്ഷക്കാരാണ്. ജീവിക്കാൻ പാങ്ങുള്ള ഇടവർ നേരത്തെ കോൺഗ്രസ്സുകാരായിരുന്നു, ഇപ്പൊ അവർ കോൺഗ്രസ് വിട്ട് BJP-യിലേക്ക് പോകുന്നു. അതാണ് ഈ ആറ്റിങ്ങലെയും ആലപ്പുഴയിലൊക്കെ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. മാർക്സിസ്റ്റുകാരല്ലാത്ത ഇടതുപക്ഷക്കാരല്ലാത്ത ഇടവ സമുദായ അംഗങ്ങൾ ക്രമേണ കാവി പാളയത്തിലേക്ക് പോകുന്നു. അപ്പൊ അങ്ങനെ കോൺഗ്രസ് അതിന്റെ അടിത്തറ ദുർബലമാവുകയാണ്. ഇതൊക്കെ ശരിയായ രീതിയിൽ പഠിക്കാനോ അതിന് പരിഹാര മാർഗങ്ങൾ ആലോചിക്കാനോ ഒന്നും സാധിക്കുന്നില്ല. ഇവിടെ OBC വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെയൊക്കെ ഉടലോടെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്നതാണ് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി പ്രസംഗിച്ചു. അപ്പോഴാണ് ഇവിടെ ഇങ്ങനത്തെ ഒരു വിപര്യം നടക്കുന്നത് ആലോചിച്ചു. ഡൽഹിയിൽ പുള്ളിയുടെ നാട്ടിൽ പ്രസംഗം നിങ്ങൾ കേട്ടില്ലേ? എന്തായിരുന്നു ആ പ്രസംഗം ഇവിടുത്തെ പ്രവൃത്തി തമ്മിൽ വല്ല പൊരുത്തോണ്ടോ എന്ന് അദ്ദേഹം ഒന്ന് അന്വേഷിക്കട്ടെ, ആലോചിക്കട്ടെ. എന്തുകൊണ്ടാണ് ഈ OBC-യിൽപ്പെട്ട ആൾക്കാർ ഒരു കാലത്ത് കോൺഗ്രസ് വിശ്വസിക്കാത്തത്? അത് യാദവന്മാരാണെങ്കിലും കുർമികളാണെങ്കിലും കേരളത്തിലെ ഇടവരാണെങ്കിലും എന്തുകൊണ്ട് ഇവർ ഇതിൽ നിന്ന് അകലം പാലിക്കുന്നു എന്നുള്ളതിന്റെ ചരിത്രപരവും രാഷ്ട്രീയവുമായിട്ടുള്ള കാരണങ്ങളുണ്ട്. ഇതൊന്നും പഠിക്കാനോ അന്വേഷിക്കാനോ അതിന് പരിഹാരം കണ്ടെത്താനോ ഒന്നും ത്രാണി അല്ലെങ്കിൽ ബുദ്ധിപരമായ ഒരു സംഗതി ഈ പാർട്ടിക്കുമില്ല, രാഷ്ട്രീയ ഇച്ഛാശക്തിയുമില്ല. അതാണ് കോൺഗ്രസ് ഇങ്ങനെ ദൈനംദിന അടിസ്ഥാനത്തിൽ ദുർബലമായിക്കൊണ്ടിരിക്കുന്നത്. യെസ്, വളരെ നന്ദി അഡ്വക്കേറ്റ് ജയശങ്കർ പ്രതികരിച്ചതിന്. ഡാൻ കുര്യൻ തുടരുന്നു. ഡാൻ, കഴിഞ്ഞ ദിവസം ഈ എറണാകുളത്തെ വേദിയിൽ പ്രസംഗത്തെ, വെള്ളാപ്പള്ളിയുടെ വാക്കുകളെ കോൺഗ്രസ് ഔദ്യോഗികമായി തള്ളിക്കളഞ്ഞു. പക്ഷേ അതേ വേദിയിൽ വെള്ളാപ്പള്ളിയെ പുകഴ്ത്തുന്ന നിലപാട് സ്വീകരിച്ചതാണ് കെ ബാബു. അപ്പോൾ ഒരു ഭാഗത്ത് തങ്ങളുടെ നേതാവിനെ ഒരാൾ ആക്രമിക്കുമ്പോൾ അതേ നേതാവിനെ അതേ പാർട്ടിയിലെ മറ്റൊരാൾ വന്ന് പുകഴ്ത്തുകയും അദ്ദേഹത്തെ പ്രകീർത്തിക്കുകയും ചെയ്യുകയാണ്. എന്താണ് സംഭവിക്കുന്നത്? ഇക്കാര്യത്തിൽ ഒരു ഗ്രൂപ്പ് പോര് കൂടി ഇതിൻ്റെ ഭാഗമായി വരുന്നുണ്ടോ? സതീശനെ അങ്ങനെ ആക്രമിക്കെങ്കിൽ ആക്രമിക്കട്ടെ, ഞങ്ങൾ പറയാനില്ല എന്ന് ചിലർ തീരുമാനമെടുത്ത ഒരു ഫീലുണ്ടോ? അതായത് അതിൽ ഒരു കാര്യം മാത്രമേ നമുക്ക് ഇപ്പോൾ ഉറപ്പിക്കാൻ കഴിയൂ. അതായത് വെള്ളാപ്പള്ളി നടേശൻ നടത്തുന്ന പരാമർശങ്ങളെ പാർട്ടി തലത്തിൽ ഔദ്യോഗികമായി അത് ഒരിക്കലും അംഗീകരിക്കാൻ പാർട്ടിക്കാവില്ല. അതുകൊണ്ട് പരസ്യമായി അത്തരം ഒരു നിലപാട് സ്വീകരിക്കുക. പക്ഷേ രഹസ്യമായി കോൺഗ്രസിലെ തന്നെ ഒരു വിഭാഗം നേതാക്കൾക്ക് വെള്ളാപ്പള്ളി നടേശനുമായി വളരെ അടുത്ത ബന്ധമുണ്ട് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. അവരുടെ കൂടി അറിവോടെയാണ് പ്രതിപക്ഷ നേതാവിനെ ലക്ഷ്യമിട്ടുകൊണ്ട് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഇപ്പോൾ ഇങ്ങനെ നടത്തുന്നത് എന്ന വിവരങ്ങളാണ് ലഭിക്കുന്നത്. അത് തന്നെയാണ് തുടർച്ചയായി ഇത്തരം പ്രകോപനപരമായ പരാമർശങ്ങൾ വെള്ളാപ്പള്ളിയുടെ ഭാഗത്ത് നിന്ന് പ്രതിപക്ഷ നേതാവിനെതിരെ ഉണ്ടായിട്ടും പാർട്ടി കേവലം ഒരു പ്രസ്താവനയിൽ അല്ലെങ്കിൽ ഔദ്യോഗികമായത് തള്ളി